കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ത്രീകൾക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഒരു കോടതി വിധിയും കൂടിയാണ്. അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്യുന്ന സമയത്ത് ഭാര്യ സാധാരണ എഴുതുകയാണ്, ചിലവിനൊന്നും ഭാവിയിൽ വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിലിപ്പോൾ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് മടക്കുന്നു. ഡിവോഴ്സ് മടന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഭാര്യ ചിലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസായിട്ട് പോയാൽ ഭർത്താവ് ചിലവിന് കൊടുക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിധിയുണ്ട്. ആ വിധിയിലത്തെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ വീഡിയോയിൽ പറയാം. ഇതാണ് വിവാഹമോചന കരാറിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്ന പോയിന്റുകൾ ഇങ്ങനെയാണ്. വിവാഹമോചന സമയത്ത് ഭർത്താവിൽ നിന്ന് ജീവനാംശം വേണ്ടെന്ന് കരാറുണ്ടാക്കിയാലും ഭാര്യയ്ക്കും മക്കൾക്കും ജീവനാംശം കിട്ടാനുള്ള അവകാശം ഇല്ലാതാകുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഭാര്യയ്ക്ക് മാസം 30,000 രൂപ ജീവനാംശം അനുവദിച്ച മജിസ്ട്രേറ്റ് കോടതി വിധി തിരുവനന്തപുരം ജില്ലാ കോടതി ശരിവെച്ചതിനെതിരെ കൊച്ചി സ്വദേശിയായ ഭർത്താവ് നൽകിയ അപ്പീൽ തള്ളിയാണ് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. 2018 വിവാഹമോചനം നടന്നിട്ടുള്ളത് എന്നും മനസ്സിലാക്കുക. വിവാഹമോചനം നേടി മുൻ ഭാര്യയായി മാറിയതിൻ്റെ പേരിൽ ഗാർഹിക പീഡനം തടയൽ നിയമപ്രകാരമുള്ള ജീവനാംശത്തിന് അർഹത ഇല്ലാതാകുന്നില്ലെന്ന് കോടതി പറഞ്ഞു. വിവാഹവേളയിൽ 301 പവനും 10 ലക്ഷം രൂപയും ജീവിതക്ഷേമത്തിന് നൽകിയതാണെന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചെന്നുമാണ് പരാതി. പൈലറ്റായ ഭർത്താവിന് മാസം 8.3 ലക്ഷം രൂപ ശമ്പളമായി കിട്ടുമെന്ന് വിലയിരുത്തിയാണ് 36,000 രൂപ ജീവനാംശം നൽകണമെന്ന് വിചാരണ കോടതി വിധിച്ചിട്ടുള്ളത്. കേട്ടോ, 8 ലക്ഷം രൂപ 8.3 ലക്ഷം രൂപയാണ് വരുമാനം. അതിൽ നിന്ന് അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി അവസാനം 30,000 രൂപ ജീവനാംശം നൽകണമെന്ന് വിചാരണ കോടതി വിധിച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് മറ്റ് ജീവിത മാർഗങ്ങളുണ്ടെന്നായിരുന്നു അപ്പീലിലെ മറ്റൊരു വാദം. 2017 ഇരുവരും വിവാഹം വേർപിരിയാനായി കരാറുണ്ടാക്കിയപ്പോൾ സ്ത്രീധനം ചെലവ് സംബന്ധിച്ച തർക്കങ്ങളെല്ലാം തീർപ്പാക്കിയെന്നും ഭാവിയിൽ ജീവനാംശം അവകാശപ്പെടില്ലെന്ന വ്യവസ്ഥയുണ്ടെന്നും ഭർത്താവ് വാദിച്ചു. വിവാഹമോചന ശേഷവും ഗാർഹിക പീഡനം തടയൽ നിയമപ്രകാരമുള്ള ബാധ്യതയിൽ നിന്ന് മുൻ ഭർത്താവിന് ഒഴിയുവാനാവില്ല എന്നും കോടതി ഇവിടെ ക്ലിയർകട്ടായി പറയുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇതൊക്കെയാണ്. പക്ഷെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള മറ്റൊരു വിധി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയാണ്. ആ വിധി നമുക്ക് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിവാഹമോചന കരാറ് ഉണ്ടെങ്കിൽ ഭാര്യ ചെലവിന് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തന്നെയും നമുക്കതിനെ കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതും അതിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അത് മിസ്യൂസ് ചെയ്യുവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചന പേരിൻ്റെ കരാറിൽ ജീവനാംശം നിഷേധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുവാനായിട്ട് ഭർത്താക്കന്മാർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് പറ്റും. ഓക്കെ, എനിവേ ഈ ഒരു വിധിയുടെ ഉത്തരവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.